ചിലപ്പോൾ ഒരു സ്മെല്ലും ഉണ്ട്, ഒക്കെ അങ്ങോട്ട് കത്തിയാലും ഒരു സ്മെല്ലും ഉണ്ടല്ലോ, അത് കടുത്ത കണ്ണീറാണ്. എല്ലാവർക്കും ഒന്നും ദൃഷ്ടിദോഷേക്കത്തില്ല, ചിലർക്ക് ഭയങ്കരമായിട്ട് ഏക്കും. അതുപോലെ രാവിലെ ചിലരെ കണി കണ്ട അന്നത്തെ ദിവസം പോക്കാണ്, പിന്നെ വലിയ പ്രശ്നമാണ്. ഈ കണ്ണേറ്, ദൃഷ്ടിദോഷം, ഇതൊക്കെ ഉണ്ടെന്ന് ഈ പ്രായമായവർ പണ്ട് പറഞ്ഞു വെച്ചതാണോ, അത് ശരിക്കും ഉണ്ടാവും? ഇതൊക്കെ ശരിക്കും ഉണ്ട്. നമുക്ക് പലർക്കും നമ്മുടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ തന്നെ പലർക്കും ഇത് അനുഭവം ഉണ്ടാവും, കണ്ണേറ്, കമ്പേറ്, ദൃഷ്ടിദോഷം. അതുകൊണ്ടാണ് പല വീടുകളും വെക്കുമ്പോൾ മുന്നിൽ കറുത്ത കൽക്കലത്തിനകത്ത് വെള്ള വരച്ച് വെക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ചില ആൾക്കാരുടെ ദൃഷ്ടി ഭയങ്കര ദോഷമാണ്, ചില സമയത്ത് ജനിച്ച ആൾക്കാരുടെ ദൃഷ്ടി ഭയങ്കര ദോഷമാണ്. അങ്ങനെയുള്ളവർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ചെടികളൊക്കെ പട്ടുപോകും എന്ന അനുഭവമാണ്. വാഴക്കൊലയൊക്കെ നിൽക്കുന്ന നിപ്പിൽ താഴെ വാഴ തന്നെ മറിഞ്ഞു. എന്തെങ്കിലും ഒരു കമന്റ് ഇട്ടാൽ മതി. അതുപോലെ തന്നെ നന്നായിട്ട് ഒരുങ്ങിയിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിൽ കൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവര് പിന്നെ ഒരു 2-3 ആഴ്ചത്തെ എണീറ്റ് നടപ്പുണ്ടാവില്ല. അന്ന് തന്നെ പോയി കിടപ്പിലാവും. പിന്നെ ഒരു 3 ആഴ്ച കഴിഞ്ഞ് ആശാനെ നോക്കിയാൽ മതി. പിന്നെ അപ്പോൾ ഇതൊക്കെ അനുഭവസ്ഥർ ഒരുപാട് പേരുണ്ട്, മനസ്സിലായില്ലേ? നമ്മൾ പറയണ പോലെയല്ല, ഇത് അനുഭവസ്ഥർ ഇഷ്ടം പോലെ പേരുണ്ട്. അതുപോലെ തന്നെ ഒരാൾക്ക് ജോലി കിട്ടി, അല്ലെങ്കിൽ ഒരാൾ ഒരു കാർ എടുത്തു, എന്തിലും അസൂയക്കാരുണ്ട്. ആ അസൂയ മാത്രമല്ല, അവർ ഈ ദുർമന്ത്രവാദികളെ പോലെ അവരിങ്ങനെ മനസ്സിനകത്ത് വെച്ച് ഇങ്ങനെ അത് തന്നെ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മനസ്സിനകത്ത് വെച്ച് ഇങ്ങനെ അതിനെപ്പറ്റി അസൂയപ്പെട്ട് അത് അവർക്കൊരു ശീലമാണ്. അവരുടെ കണ്ണിൻ്റെ ദോഷം, ദൃഷ്ടിദോഷം അത് പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ ഈ ജസ്റ്റ് ഈ ഉപ്പും മുളക് ഒഴിഞ്ഞിട്ടത് കൊണ്ട് മാത്രം മാറും അത്? ശരിക്കും ഉപ്പുമുളക് അത് നമ്മുടെ മുത്തശ്ശിമാരുടെ മന്ത്രവാദം. അവർ ശരിക്കും യാതൊരു മന്ത്രവാദവും പഠിക്കാത്ത മന്ത്രവാദിനിമാരാണ്. മന്ത്രവാദം പഠിക്കാതെ പോലും ചെയ്താൽ മന്ത്രവാദം ഫലിക്കും എന്നുള്ളതിനുള്ളൊരു തെളിവാണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പും മുളകും കടുകും എല്ലാം കൂടെ നമ്മൾ പെട്ടെന്ന് കൊണ്ടുവന്ന് തീയിലോട്ടങ്ങിടും. അപ്പോഴത്തേക്ക് തന്നെ ഇതിന് വല്ലാത്തൊരു സ്മെല്ലായിരിക്കും. മുളക് കത്തുന്ന സ്മെല്ലൊന്നും ആയിരിക്കത്തില്ല, വല്ലാത്തൊരു സ്മെല്ലായിരിക്കും. അവിടെ ആ പരിസരത്ത് നിൽക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് വല്ലാത്തൊരു രീതിയിലുള്ളൊരു സ്മെല്ല് വരും. അപ്പം അത് ഏറ്റിട്ടുണ്ടോ ഇല്ലെന്ന് ഇത് തീയിലിടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ചിലത് തീരെ സ്മെല്ല് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ അപ്പം സ്മെല്ലില്ലെങ്കിൽ ഭയങ്കരമായിട്ട് കണ്ണേറുണ്ട് എന്ന് പറയും. അല്ല, സ്മെല്ലുണ്ടെങ്കിലും ദുർഗന്ധമാണെങ്കിലും കണ്ണേർ പെട്ടത് തന്നെയാണ്. പിന്നെ ചിലപ്പോൾ ഒരു സ്മെല്ലും ഉണ്ട്, ഒക്കെ അങ്ങോട്ട് കത്തിയാലും ഒരു സ്മെല്ലും ഉണ്ടല്ലോ, അത് കടുത്ത കണ്ണേറാണ്, ചെറിയ കണ്ണേറൊന്നുമല്ല, ഒരുപാട് കടുത്ത കണ്ണേറാണ്. അതുപോലെ കുട്ടികൾക്ക് കണ്ണേറുണ്ടാകും. കുട്ടികളെയൊക്കെ നമ്മൾ കല്യാണത്തിന് ഒരുക്കി എവിടെയെങ്കിലുമൊക്കെ പുറത്തൊക്കെ കൊണ്ടുപോവാണ്, കല്യാണത്തിനോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോവാണെങ്കിൽ തിരിച്ചു വന്നാൽ അന്ന് രാത്രിയിലും പിന്നെ കുറേ ദിവസങ്ങളിലേക്ക് അച്ഛനമ്മമാർക്കും ഉറക്കമില്ല, കുട്ടികൾക്കും ഉറക്കമില്ല. ഇതൊക്കെ ദൃഷ്ടിദോഷത്തിൻ്റെ ഭാഗമാണ്. ഒരുപാട് രീതിയിലുള്ള ദൃഷ്ടിദോഷങ്ങളുണ്ട്. പക്ഷെ അതിനൊക്കെ പ്രതിരോധിക്കാനായിട്ടാണ് നമ്മൾ കുമ്പളങ്ങയിൽ കണ്ണെഴുതി കെട്ടി തൂക്കുന്നത് ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ കുട്ടികളെയൊക്കെ പുറത്ത് കൊണ്ടുപോകുമ്പോൾ കാണാമറയത്ത് വലിയൊരു കറുത്ത പൊട്ട് തൊട്ടിട്ട് കൊണ്ടുപോകുന്നത്. കവിളിൽ മാത്രമല്ല, കാണാമറയത്തും കൂടെ കറുത്ത പൊട്ടിടണം. അതുപോലെ പെണ്ണുങ്ങൾ ഒരുങ്ങി ഇറങ്ങുമ്പോഴും കാണാമറയത്ത് കറുത്ത പൊട്ടിട്ടിട്ട് ഇറങ്ങണം എന്നാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു സംഭവം കൂടെ ഉണ്ട്. എല്ലാവർക്കും ഒന്നും ദൃഷ്ടിദോഷേക്കത്തില്ല, ചിലർക്ക് ഭയങ്കരമായിട്ട് ഏക്കും. അതുപോലെ രാവിലെ ചിലരെ കണി കണ്ട അന്നത്തെ ദിവസം പോക്കാണ്, പിന്നെ വലിയ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ കണി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നാമമൊക്കെ ജപിച്ച് വേണം പിന്നെ പുറത്തിറങ്ങാൻ. തിരിച്ചു കയറിയിരിക്കണം. ചിലർ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് ശകുനം വരിക എന്ന് പറയും. നമ്മൾ അങ്ങോട്ട് ഇറങ്ങി നടക്കുമ്പോൾ ഇങ്ങോട്ട് അവർ വരും. അയ്യോ, എങ്കിൽ പിന്നെ ആ പോണ കാര്യം നടക്കത്തില്ല, വെറുതെ മെനക്കെടണ്ട. അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിനൊക്കെ നമ്മൾ പരിഹാരം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി എല്ലാ മാസത്തിലും ഒരു ദിവസമെങ്കിലും രക്തപുഷ്പാഞ്ജലിയും ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലിയും ചെയ്യണം. അതുപോലെ ഭഗവതിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ പിന്നെ കടുംപായസ നിവേദ്യം കൊടുക്കണം. പിന്നെ നമ്മുടെ ജാതകം നോക്കിയിട്ട് എന്തെങ്കിലും നമുക്കങ്ങനെ എല്ലാവർക്കും ഏക്കത്തില്ല, ചിലർക്ക് മാത്രമേ ഏക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഏറ്റു തുടങ്ങിയാൽ നമ്മുടെ ജാതകം നോക്കിയിട്ട് നമ്മുടെ ജാതകത്തിനകത്ത് എന്തെങ്കിലും ഇങ്ങനെ പ്രത്യേക രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്ന് ചേരാനായിട്ടുള്ള യോഗങ്ങളുണ്ടെങ്കിൽ അതിന് ആ ഗ്രഹത്തിന് എന്താണ് പരിഹാരം അതങ്ങ് ചെയ്യണം. ഗ്രഹശാന്തി എന്ന് പറയും, അതങ്ങ് ചെയ്താൽ മതി, ശരിയാവും. അത്രയേ ഉള്ളൂ. പിന്നെ ഇതുപോലെ ഒരുപാട് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. ഇങ്ങനെ കണ്ണേറുള്ള ആൾക്കാരിൽ നിന്ന് ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. കറിവേപ്പിനെ കാണിക്കില്ല, നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പിനെ
ഇങ്ങനെ ദൃഷ്ടിദോഷം ഉള്ളവർ വരുമ്പം കാണിക്കത്തില്ല, ഒളിച്ച് ഉള്ള നമ്മൾ ഒളിച്ചു വെക്കാറുണ്ട്. ഇങ്ങനെ ചില ആൾക്കാർ വന്ന് മോഷ്ടിച്ച് ഇങ്ങനെ കറിവേപ്പിലയൊക്കെ പറിച്ചുകൊണ്ട് കഴിഞ്ഞാൽ അതൊക്കെ മൊത്തം ചെടികളായാലും പറിച്ചുകൊണ്ട് മുഴുവനും നശിച്ചു പോകും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും ഒരുപാടുണ്ട്. ഇപ്പം ഈ ശകുനം എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പുറകീന്ന് വിളിക്കുന്നത്, അതും വിശ്വസിക്കേണ്ടതാണോ? ഇപ്പം എന്തെങ്കിലും കാര്യത്തിന് പോകുമ്പോൾ പുറകീന്ന് വിളിച്ചെന്ന് കരുതിയിട്ട് കുഴപ്പമുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ എന്തെങ്കിലും ഓരോ ദിവസവും ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ പോയി ജോലി സമ്പാദിച്ച്, ചിലരൊക്കെ അന്നന്നത്തെ പൈസ കൊണ്ട് അന്നന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ ഇപ്പം ഗവൺമെൻറ് ജോലിക്ക് പോണവരാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് കടം വന്ന് കയറും. ചില വീടുകളിൽ ഞാൻ കണ്ടു വന്നിട്ടുണ്ട്, പല ക്ലയൻസും വന്നിട്ട് ഇതുപോലെ പരാതി പറയുന്നുണ്ട്. വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയ ഉടനെ തിരിച്ചു വിളിക്കുക, പിന്നെ അന്നത്തെ ദിവസം പോണ വഴിക്ക് ഒരു ഗതി ഉണ്ടാവത്തില്ല, ഒരു പൈസ പോലും കിട്ടത്തില്ല, കിട്ടുന്ന പൈസയൊന്നും ഉപകാരപ്പെടുത്തില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുടുംബത്തിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പുറകേന്ന് വിളിക്കാൻ പാടില്ല. പുറകേന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോയി. എന്തിനാ ഇങ്ങനെ പുറകേന്ന് വിളിക്കുന്നത്? പറയാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞിട്ട് പോയിക്കൂടെ? പിന്നെ പലർക്കും ഉള്ള ഒരു സ്വഭാവമല്ലേ, വേണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ 2-3 തവണയെങ്കിലും തിരിച്ചു വരും, വിളിക്കണ്ട തിരിച്ചു വരും, തിരിച്ചു വന്ന് എല്ലാം അടച്ചിട്ടുണ്ടോ എന്നൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കാൻ മറക്കും. അപ്പൊ അതും ഇത്തരത്തില് പ്രശ്നമാണോ? തീർച്ചയായിട്ടും. നമ്മളൊരു കാര്യത്തിന് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും ഭദ്രമാക്കിയിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. അതുപോലെ നമ്മുടെ എന്തൊക്കെ കൊണ്ടുപോകണോ അതൊക്കെ എടുത്തിട്ട് തന്നെ പോകണം. അല്ലാതെ പകുതി വീട്ടിലിട്ട് പകുതി ചിന്തിച്ചു, പകുതി പോയി, പകുതി തിരിച്ചു വന്നു, അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ ഒരു ദോഷമാണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല. തിരിച്ചു വരിക, പോയിട്ട് ഉടനെ തന്നെ തിരിച്ച് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് കയറുക, അതൊന്നും അത്ര നല്ല ശീലമല്ല. അതൊക്കെ നമ്മൾ മാറ്റണം, ബോധപൂർവം മാറ്റണം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കണ്ണേറിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ആരുടെയെങ്കിലും കൈകൊണ്ട് കൈനീട്ടം കിട്ടുക, അല്ലെങ്കിൽ 1-ാം ദിവസം ചിലരെ കണി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാ. പിന്നെ തീർച്ചയായിട്ടും പശുവിനെ കണി കാണുന്നത് നല്ലതാണ്. നാളികേര വൃക്ഷം, നമ്മൾ എത്ര ബുദ്ധിമുട്ടുള്ള സമയമാണെങ്കിൽ പോലും നമ്മൾ തെങ്ങിനെ കണി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ഓരോ ദിവസത്തിനും നമുക്ക് ഭാഗ്യം വർധന ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതിനാണ് പണ്ടുള്ളവർ വീടിൻ്റെ മുറ്റത്ത് ഒരു ചെന്തെങ്ങ് വെക്കുന്നത്. ഭഗവതിയാണെന്ന സങ്കല്പം, ശ്രീ പാർവതി ദേവിയെ സങ്കല്പിച്ചിട്ടാണ് നമ്മൾ ഈശാന കോണിൽ തെങ്ങ് വെക്കാറുണ്ട്. അത് ചെന്തെങ്ങാണ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെന്തെങ്ങ് വെച്ച് അത് നിറയെ ഇങ്ങനെ ഫലഭൂഷ്ടമായിട്ട് നിൽക്കുന്ന കാണുമ്പം ആ വീടിന് ഐശ്വര്യം തന്നെ വന്ന് കയറുമെന്ന് പറയും. അതുപോലെ ചില പൂക്കൾ, തുളസി, ഇതൊക്കെ നമ്മുടെ വീടിന് ഐശ്വര്യം കൊണ്ടുവരുന്നതാണ്. അപ്പം ചില ആൾക്കാരെ കണി കണ്ട ഭയങ്കര നല്ലതാണ്. പശുവിനെ കണി കാണുന്നത് നല്ലതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പുറത്തേക്ക് നല്ല കാര്യത്തിന് പോകുമ്പോൾ മുമ്പുള്ളവരങ്ങനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ അതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷെ എപ്പോഴും നല്ല കാര്യത്തിന് പോകുമ്പോഴത്തേക്ക് ഒരു പാൽക്കുടം കൊണ്ട് ഒരാൾ വരിക, അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യം കൊണ്ട് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ, നമ്മുടെ വീടിനകത്ത് ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ദൈവത്തിനെ പ്രാർത്ഥിച്ച് മുതിർന്ന ആൾക്കാരെ ഒന്ന് നമസ്കരിച്ചിട്ട് നമ്മൾ ഒരു വഴിക്ക് പോയാൽ ഉറപ്പായിട്ടും ഏത് കാര്യത്തിന് പോകണോ അത് വിജയമായിട്ട് തന്നെ തിരിച്ചു വരും. കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴൊക്കെ അവരെ അത് ശീലിപ്പിക്കണം. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഒരു പേന അമ്പലത്തിൽ കൊടുത്ത് പൂജിച്ച് വാങ്ങിച്ച് അവരെ പരീക്ഷയ്ക്ക് എഴുതാൻ വേണം. അതുപോലെ കുട്ടികളെ ചെറുതിലേ തന്നെ പഠിപ്പിക്കണം. മുത്തശ്ശനെയും നമസ്കരിക്കാനാണെങ്കിലും എല്ലാ കാര്യവും അത് കുഞ്ഞിലെ തന്നെ പകർന്നു കൊടുക്കേണ്ടതാണ്. പിന്നെ അല്ല പകർന്നു കൊടുക്കേണ്ടത്, കുഞ്ഞിലെ പകർന്നു കൊടുക്കേണ്ടവർ കുഞ്ഞിലെ തന്നെ പകർന്നു കൊടുക്കണം. അങ്ങനെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഐശ്വര്യവും സമ്പത്തും അവരെ വിടാതെ നിൽക്കും. താങ്ക് യു മാം. ജ്യോതിഷ പണ്ഡിത ശ്രീ ഗിരിജാന്തർജനവുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ശ്രീ ഗിരിജാന്തർജനവുമായി ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.